guys, welcome back to my channel. If you're new to my channel, my name is Namita. I used to be a flight attendant, not anymore. I live in the US now with my husband. So if you're new to my channel, I think this is the time for you to subscribe. And welcome to another new video. രാവിലെ എണീക്കാൻ നേരത്ത് ഐ ഡോണ്ട് നോ ഓൾ ഓഫ് എ സഡൻ ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആൻഡ് ഐ ഗോട്ട് സോ മെനി തിങ്സ് ഡൺ ടുഡേ ആൻഡ് ഐ തോട്ട് ഓക്കെ ഇന്ന് വീഡിയോയും കൂടെ എടുക്കാമെന്ന്. പക്ഷേ അതൊക്കെ ഓർക്കാൻ നേരത്ത് ഐ ഡോണ്ട് നോ ഐ വാസ് തിങ്കിങ് ടു മൈ സെൽഫ് ലൈക്ക് ലേറ്റ്ലി റൈറ്റ് ഐ തിങ്ക് ഫോർ ദ പാസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ഓഫ് വീക്സ് ഐ ഡോണ്ട് നോ I've been really happy. Like രാവിലെ എണീക്കുമ്പോൾ ഐ ഫീൽ ഹാപ്പി, രാത്രി ഉറങ്ങാൻ നേരത്ത് ഐ ഫീൽ ഹാപ്പി. ലൈക്ക് ലുക്ക് അറ്റ് മൈ ഫേസ്, എനിക്ക് ചിരി ഇവിടെ നിർത്താൻ പറ്റുന്നില്ല. മൈ സ്കിൻ ഇസ് ഗ്ലോയിങ്, മൈ ഹെയർ ഇസ് ഗ്രോയിങ് and like so many other things. I feel like this is such a good change for me. I think നേരത്തെ ഒക്കെ ദുബായിൽ നിൽക്കാൻ നേരത്ത് I don't think I was ഇത്രയും like happy. I mean, I don't want to talk about your happiness like online because obviously I don't want to jinx it. പക്ഷേ എൻ്റെ ഒരു ക്യാമറ വന്നിട്ട് എന്നോട് സംസാരിക്കാൻ പറഞ്ഞ് ലൈക്ക് ഐ എം സോ യൂസ്ഡ് ടു ലൈക്ക് സീയിങ് മൈ ഫേസ് ആൻഡ് ടോക്ക്. ലൈക്ക് എനിക്ക് കണ്ണാടിയുടെ മുമ്പിലൊക്കെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാനൊക്കെ ഇഷ്ടം. മേ ബി അതുകൊണ്ടായിരിക്കും ഐ ഫൈൻഡ് ദിസ് വ്ളോഗിങ് ആൻഡ് എവറിത്തിങ് സൂപ്പർ ഈസി. ആൻഡ് ഐ നോ നോട്ട് സോ മെനി പീപ്പിൾ ക്യാൻ റിലേറ്റ് ടു ദിസ് ഈ ഒരു ഹാപ്പിനെസ്സിൻ്റെ കാര്യം. ഒബ്വിയസ്ലി ബിക്കോസ് ദെൽ ബി സംതിങ് ഗോയിങ് ഓൺ ഇൻ ദർ ലൈഫ്സ്. ഐ ഡോണ്ട് നോ, ചിലപ്പം ലൈഫ് ജനറലി അത്ര നല്ല ആയിരിക്കത്തില്ല. പക്ഷേ ഹു എവർ ഇസ് വാച്ചിങ് ദിസ് ടുഡേ, I really hope you get to live your dream life because I wouldn't say I was not living my dream life. I was, but I was kind of exhausted. But ippam I feel really like, I don't know, like oru samadhanam. Maybe because like one of the reasons could be like I'm away from my family. Not that I don't like being with my family. എനിക്ക് നമ്മോടൊക്കെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വെൻ യു ലിവ് അലോൺ റൈറ്റ്, ഇപ്പം കറൻ്റ്ലി ഞാൻ ഒറ്റയ്ക്കുക, കാരണം സൗര് ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല, സൗര് രാവിലെ പോയതാണ്. ലൈക്ക് വെൻ യു സ്റ്റേ അലോൺ റൈറ്റ്, അല്ലെങ്കിൽ എന്താ I wouldn't say that I'm staying alone here. Obviously സൗരും ഉണ്ട്, പക്ഷേ സൗര് ജോലിക്കൊക്കെ പോകുന്ന നേരത്ത് ലൈക്ക് 5 മണി വരെ ഞാൻ ഒറ്റയ്ക്കാം. So I don't know, I feel like staying away from your family is in a way good because you get to like അണ്ടർസ്റ്റാൻഡ് ലൈക്ക് എന്താ ഇപ്പം പറയാം. ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുന്ന നേരത്ത് ഐ നെവർ റിയലി ലൈക്ക് പ്രിപ്പയർഡ് എനി ഫുഡ്. ഓക്കെ, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു, ഒരു കറക്ഷൻ. കാരണം ഇപ്പോഴത്തെ എനിക്ക് എല്ലാം അറിയാം. സോ ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ അമ്മ ഉച്ചയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വരും. അമ്മ ഈസ് എ ടീച്ചർ. സോ 3 മണിയാകുമ്പോഴത്തേക്ക് അമ്മ വരും, അമ്മ ഫുഡെല്ലാം ഉണ്ടാക്കും, എല്ലാം. സോ ലൈക്ക് ലൈഫ് യൂസ് ടു ബി ലൈക്ക് റിയലി ഫാസ്റ്റ്. ഇപ്പം ലൈക്ക് ഐ നീഡ് ടു വേക്ക് അപ്പ്. Not that I wake up before Sauru goes to work. കാരണം ചില സമയം if he sees me sleeping, he wouldn't like wake me up. പക്ഷേ എന്നാലും സൗരു വൈകുന്നേരത്തിന് മുമ്പ് വരാൻ നേരത്ത് ലൈക്ക് I make sure like എന്തേലും സൗരുവിന് കഴിക്കാനുണ്ടെന്ന് ലൈക്ക് like you're pretty much like managing എല്ലാം. And in a way I feel it's really good. കാരണം like when I was in Dubai I used to think I was independent because I was making money. പക്ഷേ സത്യം പറഞ്ഞ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ തിങ് മാത്രമല്ല, ലൈക്ക് യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. എൻ്റെ അമ്മയാണെങ്കിൽ 2 മാസത്തേക്കൊക്കെ നാട്ടിൽ വെക്കേഷന് പോകുന്ന സമയത്തൊക്കെ ഐ ഡോണ്ട് നോ, ഐ നെവർ ലൈക്ക് പുട്ട് ഒരു എഫേർട്ട് ടു ലൈക്ക് ലേൺ ഹൗ ടു കുക്ക് ഓർ എനിത്തിങ്. ബിക്കോസ് ഐ വാസ് ലൈക്ക് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ, സാധനം വരുമല്ലോ, എന്തെങ്കിലും കഴിക്കാമല്ലോ, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അമ്മ 2 മാസത്തേക്ക് പോവും. ഒരു മാസം ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. പക്ഷേ അടുത്ത 1 മാസം കഴിഞ്ഞ് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഐ സ്റ്റാർട്ട് ഫീലിംഗ് കുറച്ച് ഗിൽറ്റി. ലൈക്ക് ഐ എം സ്പെൻഡിങ് ഇത്രയും പൈസ, ലൈക്ക് ഐ എം നോട്ട് കുക്കിംഗ് എനിത്തിങ്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു നീഡില്ലായിരുന്നു. ഐ വാസ് ലൈക്ക് അമ്മ വരുമ്പോൾ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളും, അല്ലെങ്കിൽ അത്രയും നാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ തലയിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ലൈക്ക് വൺസ് വി സ്റ്റാർട്ടഡ് ലിവിങ് ഹിയർ, ഞങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ട്. ലൈക്ക് വി സ്റ്റിക്ക് ടു ദ ബഡ്ജറ്റ്. സോ എന്നൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കും. കൊതി വരുന്ന ദിവസം ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കും. പക്ഷേ ബാക്കി ദിവസങ്ങൾ ഐ ട്രൈ മൈ ബെസ്റ്റ് ടു പ്രിപ്പയർ സംതിങ്. ഞാനും ഇതിൽ പുതിയതാണ്, പക്ഷെ ഐ എം ആക്ച്വലി എൻജോയിങ് ഇറ്റ്. ഐ എം ആക്ച്വലി ഹാവിങ് ഫൺ. ആൻഡ് സൗരു ആണെങ്കിൽ ഞാൻ എന്ത് കൊടുത്താലും സൗരു കഴിക്കും. ലൈക്ക്
ഒബ്വിയസ്ലി എന്നോട് പറയും ചില കാര്യങ്ങൾ നല്ലതാണ്, ചില കാര്യങ്ങൾ ചീത്തയാണ്. പക്ഷെ എന്നാലും ലൈക്ക് ആ ഒരു മടിയില്ലാത്ത കൂട്ടത്തില്ല. എന്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്താലും അങ്ങ് കഴിക്കും. എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം അമ്മയ്ക്കും എൻ്റെ ചേട്ടനും ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ നേരത്ത് ദേ വുഡൻറ്റ് ഈറ്റ് ഓക്കെ ബിക്കോസ് ദേ വോണ്ട് ട്രസ്റ്റ് മൈ കുക്കിംഗ്. പക്ഷേ സൗരു അങ്ങനെയല്ല. സൗരുവിനും കൊടുക്കുമ്പോഴത്തേക്ക് സൗരു കഴിക്കും, വിച്ച് ആക്ച്വലി മേക്സ് മീ ഹാപ്പി ആസ് വെൽ. ആൻഡ് ഇറ്റ് ഗിവ്സ് മീ ഒരു മോട്ടിവേഷൻ ടു ലൈക്ക് പ്രിപ്പയർ സംതിങ് എൽസ് നാളെ, അല്ലെങ്കിൽ പ്രിപ്പയർ സംതിങ് മോർ, അങ്ങനെ ഇങ്ങനെയൊക്കെ. സോ യാ, ലൈഫ് ഇസ് ഗുഡ് ഹിയർ. സോ ദിസ് വാസ് മൈ ലൈഫ് അപ്ഡേറ്റ്. ഇനിയും ഈ വീഡിയോന് വേണ്ടിയിട്ട് നമുക്ക് പോകാം. ലെറ്റ്സ് ഡു ഒരു ഹൗസ് ടൂർ. മാത്രമല്ല എനിക്ക് തോന്നുന്നു സൗരു വരാറായെന്ന്. 5 മണിയാകുമ്പോൾ സൗരിൻ്റെ വർക്ക് കഴിയും. ആൻഡ് സൗരിൻ്റെ വർക്ക് ഈസ് ലൈക്ക് 10 minutes away. So I'm excited to see him. Oh, I think he came. Yeah. You get some kiss. Hi. Say hi. സോ സൗരു ഇപ്പോൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സൗരിനെ വീഡിയോഗ്രാഫർ ആക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. വെൽക്കം ടു അവർ ഹംബ്ര ബോർഡ് ഓർ ഹോം സ്വീറ്റ് ഹോം. കം ഓൺ ഇൻ. സോ കയറി വരുമ്പോൾ തന്നെ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഇറ്റ്സ് എ ബിഗ് കിച്ചൺ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇത്രയുമുള്ള കിച്ചൺ തന്നെ ധാരാളമാണ്. സോ ഒബ്വിയസ്ലി ഞങ്ങൾ ഈ അപ്പാർട്ട്മെന്റ് റെന്റ് എടുക്കാൻ നേരത്തെ തന്നെ മിക്ക സാധനങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ വന്നതാണ്. മേ ബി വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദിസ് സൈഡ്. സോ ഇതിൻ്റെ അകത്താണ് ഞങ്ങൾ പ്രിട്ടി അല്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്, വിച്ച് മീൻസ് എന്താ ഇങ്ങനെ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ എവിടെ വെക്കണ്ടേന്ന് അറിയാത്ത കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഇറ്റ്സ് നോട്ട് ദാറ്റ് പ്രിട്ടി, പക്ഷേ വി ജസ്റ്റ് കീപ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. സോയ സോസ്, എന്താ മാംഗോ പിക്കിൾ, വിനിഗർ ആൻഡ് ഓൾ ദോസ് തിങ്സ്. പിന്നെ ഒബ്വിയസ്ലി ഫ്രിഡ്ജ് ഈ അപ്പാർട്ട്മെന്റിനൂടെ തന്നെ കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രിഡ്ജ് ഇസ് fully packed. I think we have almost everything. We have chicken, beef, I don't know, mutton and all those things. എല്ലാം ഞങ്ങൾ ഇപ്രാവശ്യം കോസ്കോയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ലുലു പോലാണ് കോസ്കോ എന്ന് പറഞ്ഞത്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാം ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന, ചീപ്പല്ല പക്ഷെ എന്നാലും ഒരുവിധം ചീപ്പും കുറച്ച് ബൾക്കി ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് കോസ്കോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വാങ്ങിയതാണ്. ഈവൻ താഴത്തെ കമ്പാർട്ട്മെന്റ് ഇസ് പ്രിറ്റി ഫുൾ, പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ് പ്രിറ്റി കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഓർഗനൈസ്ഡ്. പിന്നെ ഇങ്ങനെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടാണ് ഞങ്ങൾ പ്ലേറ്റ്സ് എല്ലാം വെച്ചേക്കുന്നത്. ഈ പ്ലേറ്റ്സ് എല്ലാം ഞങ്ങൾ യൂസ് ചെയ്തിപ്പോൾ ഡിഷ് വാഷറിലാണ്. പക്ഷെ ബാക്കി പ്ലേറ്റ്സിന്റെ സെക്ഷൻ ഇതാണ്. എന്നിട്ട് ഇതിന്റെ താഴെ 2 കട്ടിംഗ് ബോർഡ് ഉണ്ട്. ഇത് സൗരു വാങ്ങിയതാണ്, ഒരെണ്ണം മീറ്റിനും ഒരെണ്ണം ഫ്രൂട്ട്സ് ആൻഡ് വെജീസിനും വേണ്ടിയിട്ട്. സത്യത്തിൽ അങ്ങനെ 2 ഞാനൊന്നും യൂസ് ചെയ്യാറില്ല. സൗര കാണാണ്ട് ഞാനാണെങ്കിൽ ഒരെണ്ണം എടുത്ത് എല്ലാത്തിനും യൂസ് ചെയ്യും. പിന്നെ ഇപ്രാവശ്യം കോസ്കോയിൽ പോകുന്നിടത്ത് ഞങ്ങൾ വാങ്ങിയ ഫ്രൂട്ടാണ് വാട്ടർമെലൺ. ഞങ്ങൾ ഓരോ പ്രാവശ്യം കോസ്കോയിൽ പോകുന്നിടത്ത് ഓരോ ഫ്രൂട്ട്സ് ആണ് വാങ്ങുക. ലൈക്ക് വി ഡോണ്ട് ബൈ എല്ലാം ഒരുമിച്ച്. ഒരെണ്ണം വാങ്ങി അത് തീരുമ്പോൾ അടുത്ത ട്രിപ്പ് എടുക്കും. മിക്കതും എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പോകും, അല്ലെങ്കിൽ എല്ലാ 2 ആഴ്ചയിലും ഒരിക്കൽ അങ്ങനെ ഞങ്ങൾ പോകും. ഇവിടാണ് ബാക്കി പൊടി ഐറ്റംസ് എല്ലാം വെച്ചേക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ ആക്ച്വലി കണ്ടെയ്നേഴ്സിലാക്കണം, പക്ഷെ ഇതിനായിട്ടും ആക്കിയിട്ടില്ല. പക്ഷെ പൊടി ഐറ്റംസ് അല്ലേ ഇവിടെ. പിന്നെ ഇത് എയർ ഫ്രയർ. ഇത് ഞങ്ങൾ വാങ്ങിയതാണ്. ഇത് ഈ അപ്പാർട്ട്മെന്റിന്റെ കൂടെ കിട്ടിയതല്ല. എയർ ഫ്രയർ സത്യത്തിൽ സൗരുവിന്റെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. കാരണം സൗരു അങ്ങനെ കുക്ക് ചെയ്യത്തില്ലായിരുന്നു ഞാൻ വരുന്നതിന് മുമ്പ്. സൗരുവിന്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഉണ്ട്, അത് എയർ ഫ്രയറിൽ ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴേലും എൻ്റെ ചാനലിൽ ഞാൻ ആ റെസിപ്പി കാണിച്ചു തരാം. പക്ഷേ വർത്ത് യുവർ മണി, ദിസ് ഇസ് സോ ഗുഡ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഇൻഡക്ഷൻ സ്റ്റോവ്. I don't know, for some reason I'm not a big fan of it, പക്ഷെ it looks pretty and it has everything. ഇതിന്റെ അടിയിൽ ഗ്രില്ല് ചെയ്യേണ്ടതുണ്ട്. സോ ഇറ്റ്സ് പ്രിറ്റി കൺവീനിയൻറ്റ്. ഫ്രഞ്ച് ടോസ്റ്റ് ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഉണ്ടാക്കും, ആ സമയം അത് ഇസ് ഗുഡ്. പിന്നെ വി ഹാവ് അവർ അവൻ ഹിയർ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ യൂസ് ചെയ്യും. പിന്നെ ഇത് ടോസ്റ്റർ, വി ഡോണ്ട് റിയലി യൂസ് ഇറ്റ് മച്ച്. എനിക്ക് തോന്നുന്നത് പണ്ട് സൗരം എന്തോ വാങ്ങിയതാ. വി ഡോണ്ട് യൂസ് ഇറ്റ് മച്ച്, കാരണം ഇവിടെ ബ്രെഡ് തന്നെ വാങ്ങാറില്ല ഞങ്ങൾ. ബ്രെഡ് വെച്ച് ആകെപ്പെടെ ഞങ്ങൾ ഫ്രഞ്ച് ടോസ്റ്റ്, അത് ഞങ്ങൾ ബ്രിയോഷാണ് വാങ്ങുക. അതല്ലാണ്ട് നോർമലായിട്ടുള്ള ബ്രെഡ് അങ്ങനെ ഞങ്ങൾ വാങ്ങാറില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ മിക്സി ഉണ്ട്, പക്ഷെ അതല്ലാണ്ട് മുകളിലൊന്നും ഒന്നുമില്ല. ബിക്കോസ് വി ഡോണ്ട് റിയലി ഹാവ് അത്ര സാധനങ്ങളൊന്നും ടു കീപ്, കാരണം ഇറ്റ്സ് ജസ്റ്റ് 2 of us. പിന്നെ ഇതിൻ്റെ അകത്താണ് ഞങ്ങൾ ഗ്ലാസ്സസ് വെക്കുക. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ബാക്കി ഗ്ലാസ് ഒക്കെ ഡിഷ് വാഷറിലാണ്, പക്ഷെ ഇതാണ് ഞങ്ങൾ ഗ്ലാസ് വെക്കുക. ദിസ് ഇസ് കൺവീനിയൻറ്റ്, എപ്പോഴും ഇതിൽ നിന്ന് എടുത്താൽ മതി.
പിന്നെന്താ, ഇത് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഗൈൻ വി ഡോണ്ട് റിയലി യൂസ് ഇറ്റ് മച്ച്. കാരണം എനിക്കിപ്പോൾ അറിയാം പോട്ടിൽ എങ്ങനെ റൈസ് ഉണ്ടാക്കണ്ടേന്ന്, എനിക്ക് ആ സമയം എങ്ങനെയാണെന്നറിയാം. പക്ഷെ എനിക്കറിയത്തില്ലെങ്കിൽ സൗര ഒറ്റയ്ക്കുള്ള സമയമാണെങ്കിൽ സൗര ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കും. പിന്നെ അഗൈൻ ഈ കമ്പാർട്ട്മെന്റ് ഒക്കെ എം ടി ആണ്, ഇതൊന്നും ഒന്നുമില്ല, എവറിത്തിങ് ഇസ് എം ടി. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡിഷ് വാഷർ. ഇത് മൈ ഗോഡ്, ദിസ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ദിസ് ഇസ് സോ നൈസ്. നമ്മൾ കൈം കൊണ്ടിരുന്ന എല്ലാം വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. യു കെൻ ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദിസ്. ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാം ഇതിൽ ലോഡ് ചെയ്യും, എന്നിട്ട് ഓൺ ആക്കും, എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് എവറിത്തിങ് വിൽ ബി ക്ലീൻ. ഓൾമോസ്റ്റ് ലൈക്ക് 99.9% എല്ലാം ക്ലീൻ ആയിട്ടിരിക്കും. സോ ഇറ്റ്സ് വെരി നൈസ്. ഇറ്റ്സ് സച്ച് എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. എഗൈൻ ഞങ്ങൾ വാങ്ങിയതല്ല കേട്ടോ, അത് അപ്പാർട്ട്മെന്റിനോട് ഓൾറെഡി വന്നു. എനിക്കൊന്നും ഇവിടെ മിക്ക അപ്പാർട്ട്മെന്റിനും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റ്സ്. എനിക്ക് ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ സൗരന് ലൈറ്റ്സ് അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഈ ലൈറ്റ്സ് ഒന്നും ഇടാറില്ല. ഞാൻ മിക്ക സമയം ഈ ബ്ലൈൻഡ് ഇങ്ങനെ തുറന്നിട്ടേക്കുന്നുണ്ട്. ഈ റൂമിലേക്ക് ഭയങ്കര സൂര്യപ്രകാശമുണ്ട്, അതുകൊണ്ട് ലൈറ്റ് ഇടേണ്ട ആവശ്യം അങ്ങനെ വരുന്നില്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ. ഇതെല്ലാം സൗരന്റെ പ്രീവിയസ് അപ്പാർട്ട്മെന്റിൽ നിന്ന് സൗര കൊണ്ടുവന്നെയാണ്. ഈ ഡൈനിങ് ടേബിൾ എനിക്ക് ഒന്ന് പുതിയതായിട്ട് വാങ്ങിയതല്ലേ അല്ലേ? സോ ഇത് ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിയതാ. അതും ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തല്ല, സൗര നേരത്തെ അത് വാങ്ങിയതാ, 3 മാസത്തെ ആ ഒരു ഗ്യാപ്പില്. പിന്നെ ദിസ് ഇസ് എ കൗച്ച്. ഇപ്പൊ നിങ്ങൾ നോക്കി അറിയാം, എല്ലാം ഒരു ബ്ലൂ തീംഡ് ആണ്. ഞങ്ങൾ അറിഞ്ഞോണ്ടത് അങ്ങനെ ആക്കിയതല്ല, ഇറ്റ് ജസ്റ്റ് ബിക്കെയിം അങ്ങനെ. സോഫയും ഓൾമോസ്റ്റ് ഒരു ബ്ലൂയിഷ് ആണ്. പിന്നെ ഈ ഒരു ബ്ലാങ്കറ്റ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഇതും ബ്ലൂ ആണ്. ഇപ്പൊ ബെഡ്റൂം നോക്കിയാലും കാണുമ്പോൾ മനസ്സിലാവും എല്ലാം ഒരു ബ്ലൂ തീംഡ് ആണ്. പിന്നെ ഹിയർ വി ഹാവ് TV. അതിന്റെ ലൈക്ക് താഴെ ഒന്നും അധികമൊന്നും വെച്ചിട്ടില്ല, ബിക്കോസ് വി ഡോണ്ട് റിയലി നോ അത് എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഇങ്ങനൊക്കെ ഉണ്ട്, പക്ഷെ ഇറ്റ്സ് പ്രിറ്റി മച്ച് എം ടി. എല്ലാം എം ടിയാ, ബിക്കോസ് വി ഡോണ്ട് റിയലി ഡു എനിത്തിങ് മച്ച് അങ്ങനെ. പിന്നെ ഇവിടെ കുറെ ഫോട്ടോ ഫ്രെയിംസ്. ഇവിടെയൊക്കെ ഞങ്ങളുടെ കല്യാണം ഫോട്ടോ വെക്കണമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരിക്കുക, പക്ഷെ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് അതിന്റെ സമയം കിട്ടിയിട്ടില്ല. ബട്ട് ഇവിടെ 3 ഫ്രെയിമും ഉണ്ട്, അവിടെ ഒരു പ്രിറ്റി മിററും ഉണ്ട്. പിന്നെ ദിസ് ഇസ് ദ ബാൽക്കണി. സത്യത്തിൽ നാടിന്റെ ഒരു വൈബാണ് ഈ ബാൽക്കണി, കാരണം പുറത്ത് നിന്നാൽ ഭയങ്കര പച്ചപ്പാ. ടേക്ക് എ ലുക്ക്, ഇറ്റ്സ് സോ നൈസ്. അധികം ചൂടൊന്നും ഇല്ല ദുബായിലത്തെ പോലെ. ഇറ്റ്സ് സോ നൈസ്, ഭയങ്കര പച്ചപ്പ്. താഴെ നോക്കിയ ആൾക്കാർ ഇവിടെ ഡോഗ്സിനെ ഒക്കെ വാക്ക് ചെയ്യാൻ കൊണ്ടുവന്ന് കാണാൻ പറ്റും. And we live in the 3rd floor, so it's not that എന്താ പറയാ, താഴോട്ട് അധികം ഹൈറ്റും അത് ഇതൊന്നുമില്ല. സോ ഇറ്റ്സ് വെരി നൈസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തൊന്ന് നിൽക്കാം ആൻഡ് ഓൾ ദോസ് തിങ്സ് ഗിവ്സ് യു ആ ഒരു ഫീലിംഗ്. പിന്നെ ഇവിടെ വേറൊരു ഡോറും കൂടെ ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ഞങ്ങൾ വാക്യൂം ക്ലീനറും അത് ഇതെല്ലാം വെച്ചേക്കുന്നത്. വി ഡോണ്ട് യൂസ് ഇറ്റ്, ചുമ്മാ ഇങ്ങനെ വെച്ചേക്കുക സാധനത്തിന് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് സൗരന്റെ വർക്ക് സ്റ്റേഷൻ. മിക്ക സമയം സൗരന്റെ വർക്ക് ഫ്രം ഹോം ആണ്. ചില ദിവസങ്ങളിൽ സൗര പോവും, ആ സമയം ഞാനിത് യൂസ് ചെയ്യും. പക്ഷെ വർക്ക് ഫ്രം ഹോമിന്റെ സമയത്ത് സൗര ഇവിടാണ് ഇരുന്ന് വർക്ക് ചെയ്യുക, വിച്ച് ഇസ് വെരി നൈസ്. ഞാൻ മിക്ക സമയം ബെഡ്റൂമിലായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ സോഫയിൽ കിടക്കും. അപ്പൊ സൗര ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യും. സൗരന്റെ വർക്ക് എന്ന് പറയുന്നത് മിക്കതും ഇങ്ങനെ മീറ്റിംഗ്സും കോഡിങ്ങും ഒക്കെയാണ്. സോ ദിസ് ഈസ് റിയലി ഹെൽപ്ഫുൾ ആൻഡ് ഗുഡ്. ഇത് സൗരന്റെ ഗിറ്റാറാണ്. പണ്ടൊരിടയ്ക്ക് ഗിറ്റാർ പഠിക്കാൻ പോയായിരുന്നു, പിന്നെ അത് നിർത്തി. ഇപ്പൊ അവിടെ എല്ലാം പൊടിയാ. സൂമിൻ ചെയ്യണ്ട, മൊത്തം പൊടിയായിരിക്കും. But yeah, come in. ഇതാണ് ഞങ്ങളുടെ കോമൺ വാഷ് ഏരിയ. ഇവിടെയാണ് ഞങ്ങൾ രാവിലെ ബ്രഷ് ചെയ്യുന്നതും പ്രിറ്റി മച്ച് എല്ലാം ചെയ്യുന്നത്. ഇത് ഞങ്ങൾ 2 സെക്ഷൻ ആക്കി വെച്ചേക്കുക. ഈ സെക്ഷൻ മൊത്തം സൗരന്റെ സാധനങ്ങളാണ്, ഇത് മൊത്തം എന്റേത്. ഇത് ഞാൻ വന്നിട്ട് വാങ്ങിയതാട്ടോ. ഞങ്ങൾ 2 സെയിം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ബ്യൂട്ടിഫിക്കേഷന്റെ സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്താണ് ഞങ്ങൾ മെഡിസിൻസും അത് ഇതൊക്കെ വെച്ചേക്കുന്നത്. ബാൻഡേഡ്, മെഡിസിൻസ്, പാനഡോൾ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം. പിന്നെ ഇവിടെ ഞങ്ങൾ ഹെയർ ഡ്രയറും അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ വാഷ് ഏരിയ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ നേരത്തെ ഞങ്ങളുടെ വാഷ്റൂം. സോ ഇതാണ് ഞങ്ങളുടെ വാഷ്റൂം. ഇറ്റ് കംസ് വിത്ത് ഒരു ടബ് ഹിയർ. ഓണസ്റ്റ്ലി ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ടബ്, കാരണം എന്തോ ഇറ്റ് ഗിവ്സ് മീ ഒരു ജേംസ് എന്നുള്ളൊരു മൈൻഡ് വരും. സൗരന് ഇങ്ങനെ തോന്നിയിട്ടില്ല, എനിക്ക് മാത്രമേ ഇങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഐ ഡോണ്ട് നോ. അതുകൊണ്ട് ഞങ്ങൾ ഈ ടബിൽ കിടന്ന് അങ്ങനെ കുളിക്കാറോ അത് ഇതൊന്നും ചെയ്യാറൊന്നുമില്ല. ഞങ്ങൾ ഈ ഷവറാണ് യൂസ് ചെയ്യുക. ഇതാണ് ഈ ടോയ്ലറ്റ്. ഇതിന്റെ മുകളിൽ ഞങ്ങൾക്ക് വേണ്ട ടിഷ്യൂസ് ഓബ്വിയസ്ലി നിങ്ങൾക്ക് കാണാം, അങ്ങനെ മറ്റേ വെള്ളം ഇല്ല. സോ ടിഷ്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എൻ്റെ സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങൾ, ഇങ്ങനെ സോപ്പും
എന്താ ഷാമ്പുവും ഓയിലും ഹെയർ മാസ്കിന്റെ അതും ബഡ്സും എല്ലാം ഇതിനകത്ത് വെച്ചേക്കുന്നത്. ദിസ് ഇസ് കൺവീനിയൻറ്റ്. പിന്നെ ഇനിയും അങ്ങോട്ടേക്ക് പോവാം. ഈ അപ്പാർട്ട്മെന്റ് ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വാഷിംഗ് മെഷീൻ ഉണ്ട്, വാഷിംഗ് മെഷീനും ഡ്രയറും. എനിക്കൊന്ന് യു എസിലെ എല്ലാ അപ്പാർട്ട്മെന്റ്സിലും അങ്ങനെ വാഷിംഗ് മെഷീൻ ഡ്രയറൊന്നും ഇല്ല. അത് യു എസിൽ മാത്രം എനിക്കൊന്നു ദുബായിലുണ്ട്, പക്ഷെ ബാക്കി അങ്ങനെ സ്ഥലങ്ങളിലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ദിസ് അപ്പാർട്ട്മെന്റ് ഇറ്റ് കംസ് വിത്ത് വാഷിംഗ് മെഷീൻ ആൻഡ് ഡ്രയർ വിച്ച് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ. എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടേതായിട്ടുള്ള വാഷിംഗ് മെഷീനും ഡ്രയറും ഉള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് ബാക്കി കുറച്ച് സപ്ലൈസ് വെച്ചിട്ടുണ്ട്, ടിഷ്യൂസും പാഡും അങ്ങനത്തെ പോട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ട്. ഗുഡ് തിങ് ഈസ് യു ക്യാൻ ക്ലോസ് ഇറ്റ്. സോ എല്ലാ ദിവസവും നമുക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല. യു ക്യാൻ ജസ്റ്റ് ക്ലോസ് ഇറ്റ് ആൻഡ് ഹൈഡ് ഇറ്റ് അവേ. പിന്നെ അതിന് ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ 2 വലിയ മിറർ ഉണ്ട്, വിച്ച് സംതിങ് വിച്ച് ഐ ലവ്. ഇങ്ങനെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഒക്കെ എടുക്കാൻ നല്ല സ്ഥലമാണിത്. ഇതൊരു സ്ലൈഡിങ് ഡോർ ആണ്. ഉള്ളിലോട്ട് കയറിയാൽ ഞങ്ങളുടെ ക്ലോത്ത്സ് എല്ലാം ഇവിടാണ് വെച്ചേക്കുന്നത്. സോ ഇത് എന്റെ സൈഡ് ഓഫ് ദ ക്ലോത്ത്സ്, ഇത് സൗരന്റെ സൈഡ്. അടിയിൽ ഞങ്ങളുടെ തുണി നനച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുക, കാരണം എനിക്ക് മടക്കാൻ കുറച്ച് മടിയാണ്. സോ ഒളിപ്പിച്ച് വെക്കല് തിങ്കിങ് ഇഫ് ഇറ്റ്സ് ഔട്ട് ഓഫ് മൈ സൈറ്റ് ഇറ്റ്സ് ഔട്ട് ഓഫ് മൈ മൈൻഡ് എന്നുള്ള ഒരു മെന്റാലിറ്റി. ഇതാണ് വീട്ടിലിടുന്ന ക്ലോത്ത്സ്. പിന്നെ എൻ്റെ തുണിയൊന്നും മുകളിൽ കയറാത്തത് കൊണ്ട് വി ബോത്ത് ദിസ് തിങ് ആൻഡ് വി കെപ്റ്റ് എൻ്റെ തുണിയെല്ലാം ഇതിൻ്റെ അകത്ത്. ക്യാൻ ക്ലോസ് ഇറ്റ് സോ യു ഡോണ്ട് ഹാവ് ടു സീ ദ മെസ്. പിന്നെ ദിസ് ഈസ് അവർ ബെഡ്റൂം. കണ്ടോ, അഗൈൻ ലൈക്ക് എല്ലാം ഇസ് ബ്ലൂ തീംഡ്. അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, പക്ഷെ ലൈക്ക് ഞങ്ങൾ വാങ്ങുന്ന നേരത്തെ ജസ്റ്റ് ബിക്കെയിം അങ്ങനെ. കയറിവാ. ഇവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ് ഇന്നാണ് ഞാൻ ഇതെല്ലാം പൊടി തുടച്ചത്, കാരണം ഇവിടെ മൊത്തം പൊടിയായിരുന്നു. വി ഡോണ്ട് റിയലി യൂസ് ദിസ് സാധനം മച്ച് എക്സെപ്റ്റ് ദ വാട്ടർ ഓബ്വിയസ്ലി. ബാക്കി അധികം ഡ്രോസ് ഒന്നും ഞങ്ങൾ തുറക്കത്തില്ല. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുക. ഒരു സൈഡ് സൗരിയുടെയും ഒരു സൈഡ് എൻ്റെയും. പിന്നെ ഇത് മാത്രം യൂസ് ചെയ്യും. ഇത് ഈ റാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ എപ്പോഴും ഈ ഗ്ലാസ് വിൻഡോ തുറക്കും. എൻ്റെ പ്രീവിയസ് വീഡിയോ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഗ്ലാസ് വിൻഡോ തുറക്കും. അപ്പോൾ ആ സമയം പൊടി അടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതിങ്ങനെ റാപ്പ് ചെയ്ത് വെക്കും. സൗരന് ഇഷ്ടമല്ല, പക്ഷേ സ്റ്റിൽ ഡു ഇറ്റ്. പിന്നെ ഇവിടെ ഒരു ചെയർ. അഗൈൻ ഇവിടെ ആരും ഇരിക്കാറില്ല, എല്ലാം ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് മൈ സൈഡ് ഓഫ് ദ ബെഡ്. ഇതാണ് എൻ്റെ ഒരു ഏരിയ. ലൈക്ക് പ്രത്യേകിച്ച് അങ്ങനൊന്നും വെച്ചിട്ടില്ല. എവറിത്തിങ് ഇസ് പ്രിറ്റി മച്ച് എംപ്റ്റി. പക്ഷെ ഇതാണ് എൻ്റെ തലയിലിടുന്ന ക്യാപ്പ്, എൻ്റെ സോക്സ്, കാരണം ഇവിടെ മൊത്തം അങ്ങ് തണുപ്പാ. പിന്നെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെ. ഒരു കാര്യമുണ്ട്, കയറി വരുന്നിടത്തും അവിടെ ഇവിടെ ഒക്കെ മാത്രമേ ടൈലുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെ മാറ്റാണ്. വിച്ച് ഇസ് ഇൻ എ വേ ഗുഡ്. കാരണം ദുബായിൽ നിന്ന് ഇവിടെ വന്നോണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഫുൾ ടൈം ഇവിടെ തണുപ്പാണ്. എൻ്റെ കാല് വേഗം തണുക്കും. ആദ്യം ഐ വാസ് നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്, പക്ഷെ സത്യത്തിൽ ദിസ് മാറ്റിങ് ഇസ് കൈൻഡ് യൂസ്ഫുൾ. എൻ്റെ കാലിൽ അധികം തണുപ്പടിക്കത്തില്ല, വിച്ച് ഇസ് ഗുഡ്. So that's pretty much it, guys. I hope you guys enjoyed my video. If you did, like, share and subscribe, and I'll see you on my next video. Till then, bye.